മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ശ്വേത താമസ് ആണ്. അപ്പൊ നമ്മളുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ അടിപൊളിയായിട്ട് നമ്മൾ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് വന്നിട്ടുള്ളത്. അതിന് മുന്നേ ഒരു കുഞ്ഞു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് വന്നത് കേട്ടോ. മക്കളെ, നിങ്ങളുടെ 3ാം ക്ലാസ് ഇതാ എൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇനി അടുത്തത് നിങ്ങൾ 4ാം ക്ലാസ്സിലേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ. അപ്പൊ 4th സ്റ്റാൻഡേർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ. കാരണം നിങ്ങൾ ലൈഫിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന കോമ്പറ്റീറ്റീവ് എക്സാം, മത്സര പരീക്ഷ നമ്മുടെ 4ാം ക്ലാസ്സിലാണ്. LSS പരീക്ഷ, അതിന്റെ പേര് ഇപ്പൊ മാറ്റിയിട്ടുണ്ട്. CM കിഡ്സ് സ്കോളർഷിപ്പ് LP എക്സാം എന്നാക്കിയിട്ടുണ്ട് അല്ലെ. സോ ഈ ഒരു എക്സാം എങ്ങനെയാണ് ഇത് പഠിക്കുക, അങ്ങനെ കുറെ അധികം ചാലഞ്ചസ് ആയിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടാവുക. പക്ഷെ ഒരു വിധത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിങ്ങൾ ഒരു വിധത്തിലും ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് സെറ്റ് ആയിട്ട് ഇത് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതിയിൽ നമ്മൾ പഠിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് ഈ ഒരു LSS എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ടോപ്പിക്സ് ഒക്കെ ഓരോ ചാപ്റ്റേഴ്സ് എപ്പോഴാണോ പഠിക്കുന്നത് അതിന്റെ കൂടെ നമുക്ക് വരാൻ സാധ്യതയുള്ള LSSന്റെ ചോദ്യങ്ങൾ, അങ്ങനെ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാത്രമല്ല 4ാം ക്ലാസ്സിനെ സംബന്ധിച്ച് നിങ്ങളിപ്പോൾ 3 വരെ നിങ്ങൾ പഠിച്ചത് വളരെയധികം ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു, ബേസിക്സ് ആയിരുന്നു എന്ന് നമുക്ക് പറയാം അല്ലെ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഏതൊരു സബ്ജക്ട് എടുത്തു നോക്കിയാലും വളരെ കുറച്ചാണ് നിങ്ങൾ ഇതുവരെ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഈ 4ാം ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ ഒരു ചെറിയ ചേഞ്ച് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. കാരണം കുറച്ചും കൂടെ ഡിഫിക്കൽട്ടും അതേപോലെ കുറച്ചും കൂടെ വാസ്റ്റും വൈഡും ആവാൻ പോവുകയാണ് നിങ്ങളുടെ സിലബസും ചാപ്റ്റേഴ്സും ഒക്കെ. അപ്പൊ മാത്സിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് മിസ്സിന് പറയാനുള്ളത്. അപ്പൊ മക്കളെ, ഈ ഒരുപാട് നിങ്ങൾ ടെൻഷൻ അടിപ്പിക്കാൻ വേണ്ടി പറയല്ല, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഔട്ട്ലൈൻ തരണം എന്ന് തോന്നിയുകൊണ്ട് മാത്രം പറയാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇതിന് വേണ്ടി നിങ്ങളെ സൈലം സപ്പോർട്ട് ചെയ്യാനാണ് ഇതിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ച്, നമ്മുടെ 4th സ്റ്റാൻഡേർഡിന്റെ ഓൺലൈൻ ട്യൂഷൻ ബാച്ചായ പ്രാണ ബാച്ച് എന്ന് പറഞ്ഞൊരു ബാച്ച് ഉള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ ഇപ്പൊ പുതിയതായിട്ട് തോന്നുന്നുണ്ടാകും, ഇതുവരെ കേൾക്കാത്ത കാര്യങ്ങളാണ് അല്ലെ. ബാച്ച് ഉണ്ട്, കാരണം 3ാം ക്ലാസ് വരെ നമുക്ക് ബാച്ച് ഇല്ല, 4th മുതലാണ് നമുക്ക് ബാച്ച് തുടങ്ങുന്നത്. സോ ഈ ഒരു പ്രാണ ബാച്ചിൽ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ലൈവ് ആൻഡ് റെക്കോർഡഡ് സെഷൻസ്, അതേപോലെ പ്രീമിയം റെക്കോർഡഡ് സെഷൻസ്, ചാപ്റ്റർ വൈസ്, ടേം വൈസ് ആൻഡ് മോഡൽ എക്സാമിനേഷൻസ്, സ്ലൈഡും DPP നോട്ട്സ് ഒക്കെ കിട്ടുന്നതായിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഇൻ ആർ കമ്മ്യൂണിറ്റി എന്നിങ്ങനെ പറഞ്ഞ് കുറേ അധികം ഫീച്ചേഴ്സ് ആണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ തരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് മിസ് ഇപ്പൊ തന്നെ ഇത് പറയുന്നത്? നമുക്കിനി ഒരു മാസം കൂടി ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, നമ്മുടെ ഇതിലേക്കുള്ള അഡ്മിഷൻ ഇപ്പോഴേ ഓപ്പൺ ആയിരിക്കുകയാണ്. ലിമിറ്റഡ് സ്ലോട്ട്സ് ആണുള്ളത്. സോ എത്രയും വേഗം ഇതിലേക്കുള്ള അഡ്മിഷൻസ് നിങ്ങൾ എടുക്കുക എന്ന് തന്നെയാണ് മിസ്സിന് പറയാനുള്ളത്. നമ്മുടെ എഡ്യൂഫെസ്റ്റിന്റെ ഓഫറിന്റെ ഭാഗമായിട്ട് 10% ഡിസ്കൗണ്ട്, 10% ഓഫിൽ കൂടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് അവൈലബിൾ ആകാൻ പോകുന്നത്. സോ മക്കളെ, എത്രയാണ് പ്ലാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പ്ലാനുകളാണുള്ളത്. ബേസ് പ്ലാൻ ഉണ്ട്, അതേപോലെ ഇൻഫിനിറ്റി പ്ലാനുകളുണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് ഈ ഓരോ പ്ലാനുകൾ എന്ന് നമുക്ക് പറഞ്ഞു തരാൻ ചോദിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇൻഫിനിറ്റി പ്ലാൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന ബാച്ചുകൾ, അതായത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് റിവിഷൻ ബാച്ചുകൾ ഉണ്ടാകും, അതായത് എക്സാം ടൈം ആകുമ്പോൾ റിവിഷന്റെ ബാച്ചുകൾ ഉണ്ടാകും. റിവിഷൻ ബാച്ചിൽ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യല്ലേ. സോ ആ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷനും ഒക്കെ ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങൾ ഇൻഫിനിറ്റി ഇപ്പൊ തന്നെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ ബേസ് പ്ലാനും ഇൻഫിനിറ്റി പ്ലാനും ഇങ്ങനെ 2 തരത്തിലുള്ള പ്ലാനുകളാണ് നമ്മുടെ ഈ ഒരു ബാച്ചിലേക്ക് ഉള്ളത്. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, എത്രയും വേഗം നമ്മുടെ കോൺടാക്ട് ചെയ്യുക. 9995400800 എന്ന് പറഞ്ഞ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല, ഒരു കുഞ്ഞു സർപ്രൈസ് കൂടെ ഉണ്ട്. എന്താണ് ആ സർപ്രൈസ് എന്നുള്ളത് മിസ് ഒരു ചോദ്യം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കേ, ലേജൂസ് ഫാദർ സോൾഡ് മിൽക്ക് ടു ദ സൊസൈറ്റി. It was measured 2 times with a 2-liter vessel and once with a 1-liter vessel. ലേജുവിന്റെ അച്ഛൻ സൊസൈറ്റിയിൽ പാൽ കൊടുക്കുന്നു. 2 ലിറ്റർ പാത്രം കൊണ്ട് 2 തവണ പാലളന്നു. 2 ലിറ്ററിന്റെ പാത്രം കൊണ്ട് എന്താ ചെയ്തത്? 2 തവണയാണ് പാലളന്നത്. അപ്പൊ തന്നെ എത്രയായിടാം? അപ്പൊ തന്നെ 4 ലിറ്റർ ആയി അല്ലെ. അപ്പൊ തന്നെ 4 ലിറ്റർ ആയി. 1 ലിറ്റർ പാത്രം കൊണ്ട് 1 തവണയും അളന്നു. 1 ലിറ്ററിന്റെ പാത്രം കൊണ്ട് 1 തവണയും അളന്നു എന്ന് പറയുമ്പോൾ 1 ലിറ്റർ. സോ ടോട്ടൽ നമുക്ക് എത്രയാണ് വരിക? 4 ലിറ്ററും 1 ലിറ്ററും കൂടെ നമ്മൾ ആഡ് ചെയ്യാം അല്ലെ. ടോട്ടൽ നമുക്ക് എത്ര കിട്ടാം? 5 ലിറ്റർ ആണ് എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇനി ഇതേപോലെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ലേജുവിന്റെ അച്ഛന് ശേഷം പാൽ കൊടുത്തത് ജാനകി ചേച്ചിയായിരുന്നു. 1 ലിറ്റർ അളവ് പാത്രം കൊണ്ട് 3 തവണയും 1 ലിറ്ററിന്റെ അളവ് പാത്രം കൊണ്ട് 3 തവണയും 200 മില്ലി ലിറ്ററിന്റെ പാത്രം കൊണ്ട് 2 തവണയുമാണ് പാൽ അളന്നത്. ജാനകി ചേച്ചി എത്ര ലിറ്റർ പാൽ കൊടുത്തു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അല്ലേ. സോ 1 ലിറ്ററിനെ 3 ടൈംസ് ആണ് അളന്നതെങ്കിൽ നമുക്ക് എത്ര കിട്ടുക? 1 ലിറ്റർ ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ലിറ്റർ, അഥവാ 3 ലിറ്റർ ആണെന്ന് കിട്ടും.
200 മില്ലി ലിറ്ററിനെ 2 തവണയാണെങ്കിലോ 200 × 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 400 മില്ലി ലിറ്റർ. അപ്പൊ നമുക്ക് ടോട്ടൽ എത്രയാണ് പാൽ എന്നാണ് കിട്ടുക? 3 ലിറ്ററും 400 മില്ലി ലിറ്ററും എന്ന് നമുക്ക് ആൻസർ കിട്ടും അല്ലേ. ഇനി എന്തായിരുന്നു മിസ്സേ ആ ഒരു സർപ്രൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ, ഈ ഒരു ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് ഓപ്പൺ ആണെന്ന് മിസ് പറഞ്ഞല്ലോ. അപ്പോൾ 20th മാർച്ചിന് മുന്നേ അഡ്മിഷൻ എടുക്കുന്ന എത്ര പേര് കാണാൻ? 5 പേർക്ക് 5 ലക്കി വിന്നേഴ്സിന് ഒരു സ്മാർട്ട് വാച്ച് ഗീവ് അവേ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു ലക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. നിങ്ങൾ ഏതായാലും അഡ്മിഷൻ എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ യെസ്, ഇപ്പൊ തന്നെ അഡ്മിഷൻ എടുത്തോളൂ. വേഗം നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. 9954000800 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. എത്രയും വേഗം അഡ്മിഷൻ എടുക്കുക, സെറ്റ് ആക്കാം. സോ യെസ്, താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്തൊരു വീഡിയോ ആയിട്ട് മിസ് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ബൈ ആൻഡ് താങ്ക് യു സോ മച്ച്.